പന്നിശല്യം മൂലം കഷ്ടത അനുഭവിക്കുന്ന കർഷകർക്ക് നഗരസഭ പിന്തുണ നൽകണമെന്ന് ടീം വടക്കുമുറി ആവശ്യപ്പെട്ടു. വളാഞ്ചേരി നഗരസഭയിൽ തന്നെ കാർഷിക മേഖലയായ കാട്ടുപരുത്തി വടക്കുമുറി പ്രദേശങ്ങളിൽ കർഷകർക്ക് കാട്ടുപന്നികളുടെ ശല്യം കാരണം കൃഷി വൻ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതുമൂലം കൃഷി അവസാനിപ്പിക്കേണ്ട അവസ്ഥയാണുള്ളതെന്നും 50 വർഷത്തോളമായി കാർഷിക മേഖലയിലുള്ള പന്തൽപ്പറമ്പിൽ ഉണ്ണിൻകുട്ടി പറഞ്ഞു. വളാഞ്ചേരി നഗരസഭയിലെ 27ാം ഡിവിഷനിലെ പന്തൽപ്പറമ്പിൽ ഉണ്ണിൻകുട്ടി എന്ന വ്യക്തിയാണ്. ഞാൻ 50 കൊല്ലമായിട്ട് കൃഷി രംഗത്ത് മാത്രമുള്ളൂ നമ്മളെ ഏക ആശ്രയമുള്ളത്. 3 കൊല്ലമായിട്ട് പന്നിയുടെ രൂക്ഷമായ ശല്യമാണ്. ഈ 3 കൊല്ലത്തിലും കൂടുതൽ ശല്യമുള്ളൊരു വർഷം ഈ സമയമാണ്. നെൽകൃഷി അല്ലാത്തൊരു കൃഷിക്ക് ഞാൻ കഴിഞ്ഞ് മാറ്റി. എനിക്ക് നെൽകൃഷിയിൽ മാത്രമല്ല, കഴിഞ്ഞ തെങ്ങ് വായ എല്ലാ കൃഷി പന്നി നശിപ്പിച്ചുകൊണ്ടിരിക്കണം. എല്ലാവരും രാത്രി 7 മണിയായാൽ പന്നിയും കുട്ടികളും കുടുംബം ഒന്നായിട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ആട്ടുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരും, ഇവിടുന്ന് ആട്ടുമ്പോൾ അങ്ങോട്ട് പോകും. ഇന്നലെ മിന്നാന്നൊക്കെ രാത്രി 2 മണി 1 മണിക്കൊക്കെ ഞാൻ വാരി വാർത്താക്കി. പക്ഷെ ഇതിന് നഗരസഭ എന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾ കർഷകർക്ക് കണ്ടുപിടിക്കാണ്ടെന്ന് ഇന്നത് സബ്സിഡി കൊണ്ടും കാര്യം കൊണ്ടൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നഗരസഭ അടിയന്തരമായി ഈ വിഷയങ്ങളിൽ ഇടപെടണമെന്നും അല്ലാത്ത പക്ഷം നഗരസഭയിലെ തന്നെ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും വലിയ പ്രതിസന്ധിയായിരിക്കും നേരിടേണ്ടി വരിക എന്നും സ്ഥലം സന്ദർശിച്ച ശേഷം ടീം വടക്കുമുറി അംഗങ്ങൾ പറഞ്ഞു. ഇതിപ്പോ മാനൊക്കെ പഴയ കാല കൃഷിക്കാരനാണ്. ഇതേമാതിരി പിന്നെ സ്ഥലങ്ങൾ പാടങ്ങൾ പാട്ടത്തിന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. കൃഷി ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ആളുകൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കാലങ്ങളായിട്ട് കൃഷി ചെയ്ത് നമുക്ക് നെല്ലായാലും നമുക്ക് നെല്ലാണ് കൃഷിയാണ്. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്താവും, ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യും, മണ്ണിട്ടിട്ട് നേരിട്ട് മാഫിയകൾ എന്ത് ചെയ്യും, മണ്ണിട്ടിട്ട് അവിടെ വലിയ വലിയ പിന്നെ കച്ചവടത്തിനൊക്കെ വണ്ടിയിട്ട് മുളച്ചിട്ട് അവിടേക്ക് എത്തുക. അപ്പം നമ്മൾ ഇവരെപ്പോലത്തെ ആളുകളെ ഇവിടെ പിടിച്ച് നിർത്തിയ കാര്യം നമ്മൾ അധികാരികളിൽ നമ്മളെപ്പോലത്തെ ആളുകൾക്ക് ആവശ്യം. ടീം വടക്കുമുറി അംഗങ്ങളായ നിസാർ കാർത്തല, മുഹ്സിൻ വടക്കുമുറി, സിദ്ദീഖ് കല്ലിൽ, ഹൈദരലി തയ്യിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റ് ഒക്കെ വേഗം ശരിയാക്കേണ്ടി വരില്ലേ കണ്ണാ? വേണം. കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞു. KSFE, ഈ നാടിന്റെ ധൈര്യം.